ഹലോ. ഇന്ന് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തുണ്ടാക്കുമെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയതമൻ എനിക്ക് ബിരിയാണി വെച്ചുതരാമെന്ന് പറഞ്ഞത്. സോ ആ ഈസി റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ. കയ്യിലുള്ളതിലും വെച്ച് അത്യാവശ്യം വലിയൊരു പാൻ എടുത്തോളൂ. അതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. കൂടെ തന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, അതിൻ്റെ കൂടെ കയ്യിലുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ഒരു പകുതി സവാള അരിഞ്ഞതിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കുക. അതിനകത്തോട്ട് നമ്മൾ ഏത് കപ്പിലാണോ റൈസ് എടുക്കുന്നത് അതേ കപ്പ് അളവിൽ 2 കപ്പ് എന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ജീരകശാല അരിയാണ്. സോ അതുകൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് ഒരമുറി നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഉപ്പ് എങ്ങനെയാണ് അളവ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളം വായി വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടി നിൽക്കണം. അതാണ് കേട്ടോ കറക്റ്റ് അളവ്. എനിക്കിന്ന് ദേഹാധ്വാനമുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് നല്ലൊരു കുളി പാസ്സാക്കി വന്നു. ചോറിൽ വെള്ളം തിളച്ചു തുടങ്ങി. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. എന്നിട്ട് തീ സിമ്മിലോട്ട് മാറ്റാം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇനി അതിൻ്റെ കൂടെ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാം. സോ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് മസാലകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരമുറി നാരങ്ങ നീര്, കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച സാധനമാണ്. സോ ഇന്നിവിടെ പൊരിച്ച കോഴിൻ്റെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്തായാലേ വില. ചിക്കൻ വറുത്ത് കോരുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കി അവസാനം ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി കഴിക്കേണ്ടി വരുമോ ഭഗവാൻ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പേടി. എന്തായാലും തൊട്ടപ്പുറത്ത് വെച്ച് നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിന് മേലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കാം കേട്ടോ. സോ അടച്ച് വെക്കുമ്പോൾ ആ ആവിയിൽ കിടന്നിട്ട് റൈസ് ഒന്നും കൂടെ ഒന്ന് കുക്കാവും. സോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല വിട്ട് നിൽക്കുന്ന ചോറ് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഗീ റൈസിനും റൈസ് ഉണ്ടാക്കാറ്. സോ അതിൻ്റെ കൂടെ ചെറിയ മുന്തിരിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്, ഉണക്കമുന്തിരി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് മസാല ഉണ്ടാക്കാം. ചെറിയൊരു പാനിലോട്ട് വീണ്ടും ഓയിൽ ഒഴിക്കുന്നു. കുനുകുന അരിഞ്ഞ സവാള ഇടുന്നു. ഇനി ഒട്ടും തന്നെ വൈകിക്കേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കുനുകുന അരിഞ്ഞത് ഇട്ടോളുക. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉള്ളിയും 1 തക്കാളിയാണ് എടുത്തത്. നമ്മൾ 2 പേര് ബിരിയാണി വെച്ചാൽ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയാണ്. ഇത് പെട്ടെന്ന് മണയും കിട്ടാനായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മണയും കിട്ടുന്നതായിരിക്കും. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഫ്രഷായിട്ട് അരയ്ക്കാൻ മടിയില്ലാത്തവരാണ് അങ്ങനെ ചെയ്യാം. ഞങ്ങളിവിടെ റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ടേസ്റ്റിലൊന്നും ഒട്ടും വ്യത്യാസമില്ല കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക് ഇടണം. പച്ചമുളക് ഇങ്ങനെ ഒരു ടിഷ്യൂലാക്കി അടച്ചു വെച്ചാൽ കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കും. ഇനി അന്ന് അടച്ചു വയ്ക്കാം. മസാല അവിടെ നന്നായിട്ട് ഒന്ന് ആവിയിൽ വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കരുത്. ഞാനിവിടെ നേരത്തെ ഇട്ട ചിക്കൻ ഓരോന്നായിട്ട് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു. സോ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ പൊരിച്ച കോഴീൻ്റെ ചിക്കൻ ബിരിയാണി വെക്കുമ്പം 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന് നമുക്ക് ബിരിയാണിയും കഴിക്കാം. ഇതുപോലെ വറുത്ത് കോരുന്ന ചിക്കൻ കുറച്ച് മാറ്റി വെച്ചാൽ സൈഡായിട്ട് കൂട്ടുകയും ചെയ്യാം. അപ്പം ഇതല്ലേ നല്ലത്. ഇനി ബാക്കി വന്ന ഓരോ ചിക്കനും വീണ്ടും നമ്മൾ വറുത്ത് കോരുവാണ്. ചിക്കൻ വറുത്ത് കോരൽ ഓൾമോസ്റ്റ് കഴിയാറായി. ഈ ഒരു ബാച്ചോട് കൂടി നമ്മൾ ആ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ അവിടെ ആവിയിൽ വേവാനായിട്ട് വെച്ച മസാല എന്തായെന്ന് പോയി നോക്കാം. സോ ഓൾമോസ്റ്റ് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടോളൂ, ഒരു ഭാഗത്ത് ചിക്കൻ വറുക്കുന്നു, മറ്റൊരു ഭാഗത്ത് മസാല. എന്തല്ലേ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ബേസിക് മസാലാസ് തന്നെ. മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, അതിന് കൂടെ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഈ പൊടികളൊക്കെ കുറച്ച് ചേർത്തേക്കുന്നത്. ഇനി മാസ്റ്റർ ഷെഫ് വന്നിട്ട് ചിക്കൻ വറുത്തത് കോരിയെടുക്കുന്നു. കഴിഞ്ഞു. ആഹാ, എന്താ ഭംഗിയല്ലേ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ. ഇനി ഇത് എല്ലാവരെയും ഒന്ന് കാണിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം സെറ്റ് ചെയ്ത് വെച്ച ചിക്കനകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി മണമാണ് അടുക്കളയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ അടുക്കളയിലേക്ക് തന്നെ ചെന്നു. എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, എവിടെ വരെയൊക്കെ ആയിന്ന് നോക്കണമല്ലോ. ഇവിടെ ഇപ്പം നമ്മുടെ മസാലയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഗ്രേവി ടൈപ്പാക്കി അതൊരു 2 മിനിറ്റ് ഒന്ന് കുക്കായതിനു ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കൻ അതിനകത്തോട്ട് ഇടുക.
നിങ്ങൾക്ക് എത്രത്തോളം ചിക്കൻ വേണം, എത്രത്തോളം ഗ്രേവി വേണം എന്നതിനനുസരിച്ചിട്ട് ഇതിനകത്തോട്ട് പൊരിച്ച ചിക്കൻ ഇട്ടോളുക. ആ മസാല 2 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ദമ്മലിടുന്ന പരിപാടിയാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുക, അടിയിൽ മസാല, അതിന് മേലെ റൈസ് എന്ന രീതിയിൽ ഇടാം. എന്നിട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. കുക്ക് ചെയ്യേണ്ട, അങ്ങനെ തീയിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സോ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാം. കുറച്ച് തൈരും ഒരു പുഴുങ്ങിയ മുട്ടയും 2 പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ബിരിയാണി വെച്ച് ഒരു 3-4 മണിക്കൂറിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക. ഇവിടെ അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീണ്ടും ചാനൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.